എന്ത് ചെയ്യാ? ഇതാരാ ഉണ്ണേട്ടാ? അറിയില്ല. ഏ പിന്നെ ആരാ? പിന്നെ ആരുമല്ല. എവിടെ നോക്കട്ടെ. എനിക്ക് തീരെ അറിയില്ല. ഈ ഫോട്ടോ ഞാനെടുത്ത് വല്യച്ഛനെ കാണിക്കട്ടെ. ഇനി വല്യച്ഛനെ അറിയുമെങ്കിലോ? വേണ്ട. ഉണ്ണിയേട്ടാ, ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഉണ്ണിയേട്ടന് ചിലതൊന്നും ഓർമ്മയില്ലല്ലോ. അപ്പം അങ്ങനെ അറിയുന്ന ആരെങ്കിലും ആണെങ്കിലോ? ഒന്ന് പതുക്കെ പറയണ്ട ശിവ. അയ്യോ, ഇവിടെ ആർക്കും അറിയില്ലല്ലേ. സോറി. ഞാൻ എന്തായാലും വല്യച്ഛനെ കാണിക്കാൻ പോവാണേ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഓ പിന്നെ ഞാൻ കാണിക്കും. ശിവ, ഉണ്ണിയേട്ട എന്തേക്ക? ഏട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്താ ഇത്? ഉണ്ണിയേട്ടാ, വീട്. ഉണ്ണിയേട്ടാ, എനിക്ക് വേദനിക്കുന്നു. വീട്. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എൻ്റെ കൈ. ഉണ്ണിയേട്ടാ, എൻ്റെ കൈ. എനിക്ക് വേദന എടുക്കുന്നുണ്ട് ഏട്ടാ. വീട്. വീട്. ദീപു. വല്യച്ഛ. ശിവ, മോളെ കരയല്ലേ? മോളെ ഇവിടെ നോക്ക്, വല്യച്ഛനെ നോക്ക്. കരയാതെ. മോള് ചെല്ല്, വല്യച്ഛൻ അങ്ങോട്ട് വരാം. ദീപു, നീ എന്തായി ചെയ്തത്? എന്താ ഇത്? ശിവയെ വേദനിപ്പിക്കാനായോ നീ? നിന്നോടാ ഞാൻ ചോദിച്ചേ. ദീപു, അച്ഛനോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ സ്വപ്നത്തിൽ ആരോ വന്നു പോകുന്നുണ്ടെന്ന്? ആളായത്. എനിക്ക് കാണണ്ട, ഒന്നും കേൾക്കണ്ട. നിന്റെ സ്വപ്നത്തിൽ ആരും വന്നും പോകുന്നില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ അത് ശിവ തന്നെയാണ്, വേറെ ആരുമല്ല. യു ഗോട്ട് ഇറ്റ്? സ്റ്റോപ്പ് ദിസ് ഫക്കിംഗ് ഷിറ്റ്. പോയി ശിവയോട് സോറി പറയും. വൈ എന്നോ? ബിക്കോസ് യു ജസ്റ്റ്, നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ലേ? നീ ഇപ്പോൾ അവളോട് എന്താ ചെയ്തതെന്ന്? ഹാവ് യു ലോസ്റ്റ് യുവർ സെൻസ്? അവൾ കരഞ്ഞുകൊണ്ട് പോയത് നീ കണ്ടില്ലേ? മോനെ, മാതാപിതാക്കൾ ഒരിക്കലും മക്കൾക്ക് ദോഷം വരുത്താൻ നോക്കില്ല. നിനക്ക് അച്ഛന് വിശ്വാസമില്ലേ? നീ അങ്ങോട്ട് ചെല്ല് ദീപു, ചെല്ല്. ഹലോ വരുൺ, ഒന്ന് വേഗം വരുമോ? എന്താ അബി? ലച്ചു നല്ല കരച്ചിലാണ്. പെട്ടെന്ന് എന്താ? എന്തായിരിക്കും? വരുവാ ഞാൻ. എനിക്ക് വയ്യ അബി, എനിക്ക് വയ്യ. എൻ്റെ ജീവൻ പോകുന്ന പോലെ തോന്നുന്നു. ലച്ചു, എടാ കരയാതെ. അവൻ എവിടെയെങ്കിലും ഇരുന്ന് നിന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. അത് നിനക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ അത് നല്ലതല്ലേ? എവിടെ അവനെവിടെ? എനിക്ക് വയ്യ അബി, അബി, എനിക്ക് വയ്യ. എനിക്ക് പറ്റില്ല അബി, ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അവൻ വരാൻ പറ്റാത്ത സാഹചര്യത്തിലാവാം. അവൻ ഓക്കെ ആവും. നിന്റെ അടുത്തല്ലാതെ വേറെ എവിടെ വരാൻ? കരയല്ലേ നീ?
നിനക്കറിയോ എനിക്ക് 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 എന്താ അമ്മയൊന്നും ഓർമ്മയില്ലാത്ത, എനിക്ക് ഒന്നും ഓർമ്മ പോലും ഇല്ല. എവിടെ അവനെവിടെ പോയി? ആ കാർത്തി, മോൻ വന്നോ? ഓഫീസൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അമ്മായി, മുംബൈയിലെ ഓഫീസിൻ്റെ അത്ര സൗകര്യമൊന്നുമില്ല. അതെയോ? ആ, എന്നാലും സാരമില്ല മോനെ, ഇപ്പോൾ വീട്ടിൽ നിന്ന് പോയി വരാമല്ലോ. മാത്രമല്ല നല്ല ഭക്ഷണവും കഴിക്കാം. ആ, അതാ ഒരാശ്വാസം. മറ്റേ കുട്ടി വന്നിരുന്നോ? എന്തായിരുന്നു പേര്? വരുൺ. ആ, വന്നു. ഇന്നലെ അതിനോട് നന്നായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. നീ അവനെ ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വിളിക്കണേ. ആ, ശിവയുടെ ദീപൻ്റെ നിശ്ചയത്തിന് വിളിക്കാമല്ലോ. ഡേറ്റ് തീരുമാനിച്ചോ? ആ മോനെ, 2 മാസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും. കാർത്തി, നീ വന്നോ? നീ വേഗം ഫ്രഷായിട്ട് റെഡിയാവും. നമുക്കൊരു മൂവിക്ക് പോവാം. ഞാനില്ല ശിവ, നല്ല ടയേർഡാണ് ഞാൻ. നിങ്ങൾ പോയിട്ട് വാ, ഞാനില്ല. വേണ്ട, ആരും വേണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ആരും വേണ്ട. ശിവ, ഇവർക്കിതെന്താ? അത് എനിക്കും അറിയില്ല. പെണ്ണിനെന്തോ കൂടിയിട്ടുണ്ട്. ഇന്ന് അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി. അത് സോൾവ് ആക്കാനായിട്ട് ശ്രീനിയേട്ടനായി ഇപ്പോൾ ഈ സിനിമയ്ക്ക് വിടുന്നത്. ഇതിപ്പോൾ ഈ വഴക്കം കരച്ചിലും സ്ഥിരമാണല്ലോ. ദീപു അവളെ എന്തിനിങ്ങനെ കരയിക്കുന്നത്? മോൻ പറഞ്ഞത് ശരിയാ. ചെറുപ്പത്തിലില്ലാത്ത സൗന്ദര്യപ്പണക്കാണിപ്പോൾ, അതും ഈ കല്യാണം ഉറപ്പിച്ച നേരത്ത്. ആ, മോൻ പോയി ഫ്രഷ് ആവ്. അമ്മായി ടേബിളിൽ വെച്ചേക്കാൻ ചായ. ആ, നിങ്ങൾ ഇറങ്ങാറായോ? നീ വരണില്ലല്ലോ, പിന്നെ എന്താ? പൊന്നേ, ഒന്നുമില്ല. ശിവ, എന്താ നിന്റെ കയ്യിൽ? ഇതെന്തു പറ്റി? വീട് ഉണ്ണേട്ടാ, എനിക്ക് വേദനിക്കുന്നു. വീട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? എൻ്റെ കൈ. അയ്യോ, ശരിയാണല്ലോ. ശിവ മോളെ, ഇതെന്താ? അത് ഞാൻ ബാത്റൂമിൽ തെന്നി വീഴാൻ പോയപ്പോൾ കൈ പിടിക്കാൻ നോക്കിയപ്പോൾ എവിടെയോ. റിസ്റ്റിലോ? ആ, റിസ്റ്റിൽ മുറിഞ്ഞൂടെ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ ചാവാനൊന്നും നോക്കിയിട്ടില്ല. ഇത് വീണപ്പോൾ കയ്യിലെ വള പൊട്ടി, അങ്ങനെ. ടൈമായി ശിവ, പോവാ. ആ, സോൾവ് ആയിട്ടില്ല അമ്മായി. അതെ, പോയി വരുമ്പോൾ ആയിക്കോളുമായിരിക്കും, അല്ലേ മോനെ? ആവട്ടെ. വെയിറ്റ്, ഞാൻ തുറന്നുതരാം. വേണ്ട. ശിവ, ശിവ, നീ ഒന്ന്. എന്തിനാ ഉണ്ണിയേട്ടാ, നിങ്ങൾ എന്തിനാ എന്നോടങ്ങനെ ചെയ്ത്? ഉണ്ണിയേട്ടാ, നിങ്ങൾ എന്നോട് എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശിവയ്ക്ക് ഉടനെ ക്ഷമിക്കാൻ കഴിയില്ല. എനിക്ക് കുറച്ച് സമയം എന്താ? തെറ്റാണെന്നറിയാം, എന്നാലും ഈ ഡയറി എനിക്ക് വായിക്കാതിരിക്കാൻ കഴിയില്ല ലച്ചു. നിന്റെ കണ്ണീര് മാറ്റാനും എൻ്റെ ശിവയെ കണ്ണീരിലേക്ക് തള്ളിവിടാതിരിക്കാനും ചിലപ്പോൾ നിൻ്റെ ഈ പേഴ്സണൽ ഡയറി കൊണ്ട് കഴിയും. ഞാൻ പേടിക്കുന്നതൊന്നും ഉണ്ടാവരുതെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ.
എന്നോട് ക്ഷമിക്കേ. ഓ എൻ്റെ ലച്ചു, ഒന്ന് വേഗം വാ, ഞാൻ പോകുവേ. എൻ്റെ മോനെ വരണേ, നീയല്ലാതെ ആരെങ്കിലും ഇവിടെ കൂടെ കൊണ്ടുവന്ന് പറയോ? പറഞ്ഞു പോയില്ലേ അമ്മ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഈ പെണ്ണ് ലച്ചു. ഒന്നും കഴിച്ചിട്ടുമില്ല, ലേറ്റുമാണ്. വരുൺ എത്ര നേരെയായി കാത്തിരിക്കുന്ന ലച്ചു. വരുണോടാ, നിനക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? ഡൗൺ എന്നോ? ഓ ശരി വരുണേട്ടാ, ഒരു 5 മിനിറ്റ് നിനക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലേ? നീ വല്ലതും കഴിച്ചോ ലച്ചു? എനിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ അതും കൂടെ ഇവന്റെ വായിക്ക് തിരികെ കൊടുത്തോ. ഇവളെയൊക്കെ അമ്മ ഇപ്പൊ തന്നെ കുറെ ലേറ്റായി. വാ നമുക്ക് പോവാം. വരണേടാ വാ. ലച്ചു, ഓ ഈ അമ്മ. വരണേട്ടാ വാ.